Yes, now time is 3:38 AM. Okay. ഇത്രയും നേരത്തെ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും. സോ ഒരു പർപ്പസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഗുഡ് ടാഗ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4:30 ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റത് ഒരു 3:37 പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം, ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് പോകുന്നത് ബൈക്കിലാണ്. കഴിഞ്ഞ തവണ സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരെയാണോ പക്ഷേ ഒരുപാട് ദൂരെയല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ വീഡിയോൻ്റെ റെസ്പോൺസ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ നമ്മളെവിടെ പോകുന്നു, ഡീറ്റെയിൽസ് എല്ലാം പറയാം. സോ വാച്ച് ടിൽ ദി എൻഡ് വിതൗട്ട് സ്കിപ്പിംഗ്. അപ്പം ബൈ. ഇത്രയും വിജനായിട്ടുള്ള റോഡ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കോട. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ. സോ നമ്മളിവിടെ റീച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് നേരത്തെ ആയി പോയോ എന്നാണ് സംശയം. കാരണം രാവിലെ ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് എത്തിപ്പോയി. സോ നമുക്ക് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം നേരൊക്കെ വെളുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നേരൊക്കെ വെളുത്ത് ഞാൻ ഇറങ്ങുമ്പം നല്ല ഇരുട്ടായിരുന്നു. ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. സോ പെട്ടെന്ന് എത്തി. അപ്പോൾ പെട്ടെന്ന് എത്തിയ പ്രശ്നം. എന്തായാലും നമുക്ക് ആളെ വെയിറ്റ് ചെയ്യാം. വരുന്നേക്ക് ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. പക്ഷെ ലൈറ്റിന്റെ ചില പ്രശ്നമാണ്. നമുക്ക് ഗട്ടറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല അത്രയും വെളിച്ചമില്ലാത്തത്. എന്തായാലും പച്ച വീട്ടിൽ പ്രശ്നേഷ്കുമാറാവുന്നില്ല, എല്ലാത്തിലും പ്രശ്നം കണ്ടെത്തുന്നില്ല. നമുക്ക് ആള് വന്നിട്ട് ബാക്കി പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഹായ്. സോ നമ്മള് ഏകദേശം ഹാഫ് ദ വേ ആയി. അപ്പൊ ആള് വന്നത് കുറച്ച് റഷ് ആയിട്ടായതുകൊണ്ട് ആള് വരുന്നൊന്നും കണ്ടില്ല. ഇനിയിപ്പോ നമുക്ക് അറ്റേറെ കണ്ടിട്ട് എവിടെയാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, പ്ലേസ് എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യാം. സോ ഫൈനലി നമ്മളിവിടെ റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടൊരു ഇൻട്രോ പോലെ നമ്മൾ അവിടുന്ന് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ റഷായി. പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ധാവണി കൊടുത്തിട്ട് ബൈക്കിലിരിക്കുന്നത്. അപ്പോൾ വൺ സൈഡ് ഇരിക്കുന്നതിൻ്റെ ഡിസ്കംഫോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനിപ്പോൾ പരിചയമായി വരണം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ലൊക്കേഷൻ റീച്ച് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല തിരക്കുണ്ട് ഗൈസ്. മണ്ഡലകാലല്ലേ, അപ്പോൾ അതിന് സ്വാമിമാരും അങ്ങനെ ഒരുപാട് തിരക്കുണ്ട്. കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും. പിന്നെ ലൊക്കേഷൻ പിന്നെ ഓൾമോസ്റ്റ് ഇവിടെ പരിചയമുള്ളവർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആണ്. ഞാൻ സെക്കൻഡ് ടൈം. ഇവളെ റെക്കമെൻഡേഷനാണ് വളർന്നത്. എന്തായാലും നമുക്ക് ഉള്ളിൽ നോക്കാം എങ്ങനെയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ്. ഭയങ്കര കിട്ടി അമ്പലം കിട്ടി. എന്തായാലും മനസ്സിലായി കാണും. അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങളെ ഗസ് ചെയ്യും ഏത് അമ്പലമാണ്. കമന്റ് ഡൗൺ ബിലോ. ഓക്കെ, ദെൻ ബാക്കി ഉള്ളിലെ കാഴ്ച നമുക്ക് അടുത്തെത്തിക്കാം. അപ്പം നല്ല തിരക്കുണ്ട്. പക്ഷെ നല്ല കാമൻ ക്വയറ്റാണ്. ഭയങ്കര കൂളിംഗ് ആണ്. ഭയങ്കര കാവ് മോഡാണ്. നല്ല സൈലന്റ് ആണ്. പക്ഷേ ഇപ്പം ഇന്നിപ്പോൾ റഷുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും കൂടിച്ചുള്ളത്. അല്ലെങ്കിൽ നല്ല സൈലന്റ് വൈകാണ്. അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഏകദേശം ആ ഒരു വൈബാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ നല്ല ചില്ലിങ് മോഡാണ്. ഏകദേശം ഉള്ളോട്ടുള്ളൊരു ആയിട്ടാണ്. റോഡ് സൈഡല്ല, അവിടുന്ന് കുറച്ച് അകത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ സ്ഥലം അത് നോക്കുന്നുണ്ട്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മനസ്സിലായിട്ടുണ്ടോ? അപ്പം നമുക്ക് ഏതായാലും ഉള്ളിലെ കുറച്ച് കാഴ്ചകളൂടെ കാണാം. കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്നിട്ട്. നല്ല തണുപ്പുണ്ട്. ഇപ്പൊ വന്നാലും ഇവിടെ നല്ല തണുപ്പായിരിക്കും. കാരണം നല്ല കാവല്ലേ, ഫുള്ള് മരങ്ങളും അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പൊ ഇത് നല്ല എപ്പോ വന്നാലും ഇവിടെ തണുപ്പായിരിക്കും. വൈകുന്നേരം വന്നാലും രാവിലെ വന്നാലൊക്കെ നല്ല വഴിക്കും. ഞങ്ങൾ എന്തായാലും തൊഴിലിട്ട് വരാം.
തൊഴുത് പകുതി ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ തൊഴുണ്ട്. അപ്പൊ കാലി അടഞ്ഞപ്പോ കുറച്ചേറെ ഇരുന്നതാണ്. മൊത്തത്തിൽ നല്ല വൈബുള്ള സ്ഥലമാണ്. വൈബ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. എപ്പോ വന്നാലും ഇവിടെ നല്ല തണുപ്പാണ്. നല്ല എത്ര വെയിലായാലും കൂടെ നല്ല തണുപ്പ് ഫീൽ ചെയ്യും നമുക്ക്. കാവല്ലേ അപ്പൊ അതുകൊണ്ട് തിരക്ക് സംബന്ധിച്ച് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഉള്ളതുകൊണ്ട് മേ ബി അറിയാം. പക്ഷെ എല്ലാം ചെയ്ത് വെളിയിൽ തന്നെ കുറെ അങ്ങോട്ടും കൊണ്ടുവരും കുറെ അമ്പലങ്ങൾ. ഞാനും അപ്പൊ അങ്ങോട്ട് കുറെ സാധനങ്ങളുണ്ട്. അതും കുറച്ചതിനുള്ളിലേക്ക് കയറി കാട് പോലത്തെ സ്ഥലങ്ങൾ നല്ല തണുപ്പുണ്ട്. ദയാ നേരെ മുന്നിൽ കാണുന്നതാണ് ഊട്ടുപുര. പിന്നെ ഇത് വിഷ്ണു ക്ഷേത്രമല്ലേ കാണുന്നത്? ഇതല്ലേ വിഷ്ണു ക്ഷേത്രം? ഇത് വിഷ്ണു ക്ഷേത്രമാണ്. ഈ ഒരു ആംബിയൻസും എന്ത് രസമാണ്. നല്ല തണുപ്പും നനഞ്ഞിട്ട് ഇതൊരു വല്ലാത്തൊരു വല്ലാത്ത. ഇതെന്തിനാണെന്ന് എനിക്കിതൊരു മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നല്ല കമന്റ് ബോക്സിൽ ഇപ്പൊ നല്ല കേൾക്കും. നീ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. പക്ഷെ അമ്പലത്തിൽ പോണതുകൊണ്ടില്ല, ഇത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഷർട്ട് ചില അമ്പലത്തിൽ ഷർട്ട് ഇടാം, ചില അമ്പലത്തിൽ ഷർട്ട് ഇടാൻ പറ്റില്ല, ചില അമ്പലത്തിൽ പാൻറ് ഇടാം. അമ്പലത്തിൽ ചെയ്യാവുന്നുണ്ട്. ചില അമ്പലത്തിൽ പാൻറ് ഇടാം, ചില അമ്പലത്തിൽ പാൻറ് ഇടാൻ പറ്റില്ല. ഇതൊരു കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ്. സോ കമന്റ് ഡൗൺ ബിലോ നിങ്ങളുടെ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, അറിയാത്തോണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ. നല്ല കൂളിങ്, നല്ല CCTV ഒക്കെ ഉണ്ടല്ലോ. ഇപ്പഴാ കാണുന്നത്. ശരിയാണല്ലോ. തിരക്കുണ്ടെങ്കിലും കൂടിയിട്ടും ആ തിരക്ക് അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്പലം അത്രയും വൈഡായിട്ട് കിടക്കണമെന്ന് അറിയില്ല. ഒരുപാട് വലിയ വൈഡായിട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് ക്ഷേത്രങ്ങള്, കുഞ്ഞു കുഞ്ഞു ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, ശിവന്റെ ക്ഷേത്രം, എന്താ പറയാ അയ്യപ്പന്റെ ക്ഷേത്രം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രമായിട്ട് വൈഡായിട്ട് കിടക്കുകയാണ്. അപ്പൊ കൊറേ കാണാനുണ്ട്. നടന്നിട്ടേ ഒരുപാട് നടക്കാനുണ്ട്. അച്ഛനും അമ്മയുടെ കൂടെ വന്നപ്പോ ഞാൻ ഇത്രയും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര എനിക്കൊന്ന് കുറച്ചുള്ള പോലെ ഫീൽ ചെയ്തു. എന്തായാലും കേറി കഴിഞ്ഞാൽ ടൈം ഓണാറില്ല. ക്ലൈമറ്റ് പിന്നെ പോരാത്തിന് നല്ല കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രങ്ങളോട് എല്ലാം ഇങ്ങനെ അങ്ങോട്ടും നടന്ന് കാണാം. നല്ല സമയമെടുത്ത് ഒരു 6 മണിക്ക് വന്നാൽ ഒരു 9 മണി വരെ, നല്ല 8 മണി 9 മണി വരെ നന്നായിട്ട് വിസ്തരിച്ച് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. 2.5 hours ഓൾമോസ്റ്റ് ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അധികം ഉള്ളിൽ കുറെ സ്പ്രെഡ് ചെയ്ത ഏരിയാസ് കാണാനുണ്ട്. വൈഡായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഒരുപാട് കാണാനുണ്ട്. ഇനിയും ടൈം ഉണ്ടെങ്കിൽ ഇനിയും കാണാം. പക്ഷെ നല്ല രീതിയിൽ വിശന്നു തുടങ്ങി, ദാഹിച്ചു തുടങ്ങി, നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ട്. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് പോവാം. പിന്നെ വേറെ അപ്ഡേറ്റ് എന്തെങ്കിലും വിട്ടുവിട്ടുണ്ടോ? എല്ലാരും കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇത് പുത്തനത്താണി അടുത്താണ്. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്തതാണ്. ആവശ്യമുണ്ട് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം അറിയാം. റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് പേര് വരുന്ന സ്ഥലം. How was the experience with me? എനിക്കിഷ്ടായോ? ഇല്ല, ഈ നാട്ടുകാരനല്ലോ. അപ്പൊ ഇഷ്ടായോ? നീ ആദ്യമായിട്ട് വരുന്നപ്പോ നിനക്ക് ഞാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാറില്ല. അപ്പൊ ഇത് കുറച്ച് ഉള്ളോട്ടുള്ള നല്ലൊരു വൈബ്. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ അമ്പലം, ഞങ്ങളെ നാട്ടിലെ അമ്പലം. ശരി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ അങ്ങനെ അമ്പലത്തിലും പോവാത്തതുകൊണ്ട് എനിക്കൊരു വൈബാണ്. ചില ഞാൻ സിറ്റി ഏരിയയിലാണ് ഏകദേശം പോയിട്ടില്ല. മാള് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എൻ്റെ ഒരു ഇതില് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്ന് വേറിട്ട് ഇപ്പൊ കുറച്ചൊരു കൂൾ അല്ലെങ്കിൽ കാം റിലാക്സ് തളി ഇങ്ങനെയല്ല, ഒരു സിറ്റിന്റെ സെൻട്രലായിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ ആയിട്ടുള്ള ലിമിറ്റേഷൻ നോക്കാം. ഈ ടെമ്പിൾ ഡേറ്റ് നിങ്ങളെ റെസ്പോൺസ് ചെയ്യേണ്ടത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നന്നായിട്ട് വിശക്കുന്ന ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് സ്പോട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല, നോക്കട്ടെ. വഴിയിലാവും നല്ല കാണാൻ കയറി. വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. കാരണം മണ്ഡലമാസം ആയതുകൊണ്ടും പിന്നെ ഞായറാഴ്ച അല്ലേ,
ഒരുപാട് ആൾക്കാർ നമുക്ക് നോക്കാൻ സീറ്റുണ്ടോ. നല്ല വെയിലാണ്, നല്ല വിഷമുണ്ട്. കഴിച്ചിട്ട് അവളുടെ ഫുഡ് വന്ന് എൻ്റെ ഫുഡ് വന്നിട്ടില്ല. സോ ഓക്കെ, ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ട് വരാം. ബൈ. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. വെജിറ്റേറിയൻ ഹോട്ടലായതുകൊണ്ട് തന്നെ നമ്മൾ പൂരി മസാലയും മസാല ദോശ കഴിച്ചു. രണ്ടും നല്ല എന്താ പറയുക ക്വാളിറ്റി ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വിശപ്പ് മാറി. പിന്നെ സർവീസും നല്ലായിരുന്നു. ജ്യൂസ് എന്തെങ്കിലും കുടിക്കും. നല്ല റഷാണെങ്കിൽ ഒരു മാനേജ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സർവീസാണ്. നല്ല തിരക്കുണ്ട്. ഞായറാഴ്ചയാണ്, പിന്നെ മണ്ഡലകാലല്ലേ, കുറെ സ്വാമിമാരും ഫാമിലി. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. ഇവിടുത്തെ പുതിയ കടയാണ്, പുതിയ ഷോപ്പാണ്. മെയിൻ്റെനൻസ് ഒന്നും നടത്തുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ തവണ ഇതിപ്പോൾ എടുക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ജ്യൂസ് കുടിക്കാൻ നോക്കട്ടെ. എല്ലാ പ്ലാനൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് എന്നുള്ള പ്ലാൻ. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയാം. സോ നമ്മളപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഇപ്പോൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാതെ വിചാരിച്ചു. ഞാൻ പറഞ്ഞ നിർത്തിയതാണ്. ഇപ്പൊ ഡയറ്റിംഗ് ആയതുകൊണ്ട് അവിടുന്ന് സ്റ്റോപ്പ് ചെയ്താണ്. കോഫി ഞാൻ കഴിക്കും, പക്ഷെ ചായ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ചായയും കോഫി കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഡയറ്റ് ഞാൻ ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആളെ വീട്ടിലേക്ക് പോകാന്നുള്ളതാണ് പ്ലാൻ. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ള ടൈം ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. കാരണം നമ്മൾ ഈ കോസ്റ്റ്യൂം കൊണ്ടുകൊണ്ട് വേറെ അമ്പലത്തിലേക്കല്ലേ നമ്മള് പോയത്. അപ്പൊ ഈ കോസ്റ്റ്യൂം കുറച്ച് രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ, 6 മണിക്ക് പുറപ്പെട്ടതാ. ഞാനിപ്പോ 4 മണിക്ക് പുറപ്പെട്ടു വന്നതാ. അതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നേരെ പോകുന്നത്. നല്ല ആശ്വാസം. സോ ദാറ്റ് ഇസ് ദാറ്റ്. അങ്ങനെ ഇന്നത്തെ സംഭവപരമായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞിരിക്കുക. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. സോ അങ്ങനെ ഇത് ഇവിടെ ബക്കറ്റ് ലിസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മള് ഇത്ര രാവിലെ അമ്പലത്തിൽ പോവാതെ മാത്രമുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു, പ്ലാനിങ് മാത്രം. ഈ ഒരു കോസ്റ്റ്യൂം വെച്ച് കറങ്ങാന്ന് പറയുന്നത് കുറച്ച് ഇഷ്ടമാണ്. ധാവണിയാണ് കൈസ. അതേപോലെ ഇത് ഇവിടെ ബക്കറ്റ് ലിസ്റ്റ് ആണ്. ടെമ്പിളിലേക്ക് ടെമ്പിളിലേക്ക് ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്നത് പോകണം, അമ്പലത്തിൽ ഒരു ദിവസം പോകണം എന്നുള്ള. ഏതെങ്കിലും അമ്പലത്തിലല്ല, ഞാൻ ഉദ്ദേശിച്ച അമ്പലത്തിൽ തന്നെ പോകാൻ പറ്റി. ഹാപ്പിയാണ്. നീ ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു. ഇനി ഞാൻ ആദ്യമായിട്ട് ഇത്ര രാവിലെ നേരത്തെ ലേറ്റ് ഒരു സ്ഥലത്തേക്ക് പോകുന്ന കുറച്ച് എഫേർട്ട് ഞാനും ഇട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം, അവരില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം. അങ്ങനെയാണ് ലോങ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ പറ്റുള്ളൂ. അറിയാലോ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പൊതുവെ അങ്ങനെ തന്നെയാണ്. റിസ്ക് എടുത്തില്ലെങ്കിൽ ഒരു കാര്യം, റിസ്ക് എടുക്കണം എല്ലാ കാര്യത്തിലും. അപ്പൊ ഇന്നത്തെ ഇത് ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇനി എന്തെങ്കിലും പറയണ്ടോ? പിന്നെ ബെല്ലൈക്കോടെ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ.